കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF-ൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്നുള്ള മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M. ജിയാസുദ്ദീൻ PCV ന്യൂസിനോട് പറഞ്ഞു. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇക്കുറി അപ്രതീക്ഷിതമായി CPM മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിക്ക് ഇടയുണ്ടാക്കിയെന്നും മുൻ ബാങ്ക് പ്രസിഡന്റിന്റെ പേരിലുള്ള വിവാദത്തിന് കോൺഗ്രസ് മൗനം പാലിച്ചെന്നുമുള്ള മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M. ജിയാസുദ്ദീൻ PCV ന്യൂസിനോട് പറഞ്ഞു. കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭിന്നതയുണ്ട് എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. പത്തനാപുരം മണ്ഡലത്തിൽ CPIയും CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ യോജിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. CPMും CPIയും ചേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കും കുണ്ടയം തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനവും കുണ്ടയം സർവീസ് സഹകരണ ബാങ്കുമായി യാതൊരുവിധമായ ബന്ധവുമില്ല. CPI മത്സരിക്കാൻ തീരുമാനിച്ചതും CPIയുടേതായ രാഷ്ട്രീയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. CPM തീരുമാനിച്ചിട്ടുള്ളത് അവർക്കതിനെ സംബന്ധിച്ച് നിലപാടുകൾ കാണും. എന്നാൽ ഇതിന്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭിന്നതയുണ്ട്, പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിലെ വിഷയങ്ങളുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമാണ്. അതിൽ യാതൊരു വസ്തുതയുമില്ല. ഞങ്ങൾ പറയാത്ത കാര്യങ്ങൾ, CPI നേതൃത്വം പറയാത്ത കാര്യങ്ങൾ CPIയുടേതെന്ന തരത്തിൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ശരിയല്ല. പ്രത്യേകിച്ച് മലയാള മനോരമയിലും മാതൃഭൂമിയിലുമാണ് അത്തരത്തിലുള്ള വാർത്ത കാണാനിടയായത്. ആ വാർത്തയ്ക്ക് യാതൊരു വിധമായ അടിസ്ഥാനവുമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ഗൂഢമായ ശ്രമത്തിന്റെയും കൂടി ഭാഗമാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്.